എന്തു ഭംഗിയല്ലേ താഴോട്ട് നോക്കുമ്പോ. നോക്ക്, സൂര്യൻ ചുവന്നു തൊടുത്തത്. ഇപ്പൊ ഇരുട്ടാവും, വേഗം ഇറങ്ങിക്കോ. പിടിച്ചോ പിടിച്ചോ മെല്ലെ. ഈ മലമുകളില് ആ മുത്തശ്ശി എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? സൂര്യനെ ചന്ദ്രനെ നിലാവൊക്കെ കണ്ട് ദാ ഈ മരത്തിലൊക്കെ കയറി പഴങ്ങളൊക്കെ പറിച്ചിരുന്ന്. നീ വേഗം ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? മേലോട്ട് ചാടി പഴം പറിച്ച് തിന്നുന്നു. ചോദിച്ചു നോക്ക് കൊതിയെ. അതിനക്കരയല്ലേ വീട്, വേഗം നടന്നു. അപ്പ കൊരങ്ങച്ചാരോ? ഞങ്ങള് താമസിക്കുന്നത് ഇവിടെയാ, കാട്ടില് മരക്കൊമ്പത്ത്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും. ഇനിയും വരാട്ടോ. മക്കൾ വന്നാൽ സന്തോഷം. അത് വിചാരിച്ച് എല്ലാരും കൂടെ കേറി വരല്ലേ കാട്ടിലേക്ക്. നിങ്ങൾ നാട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലിറങ്ങിയാ നിങ്ങൾക്ക് ഉപദ്രവാവും. സന്ധ്യ ആയല്ലോ. ദാ വയൽവരമ്പത്ത് കൈതമുള്ള നടണ്ട, മെല്ലെ നടന്നോ. ദാ ചാടിക്കോ.
നിക്ക് നിക്കേ, ദാ ഈ കൈതക്കാടിനപ്പുറം ആരൊക്കെ ഇരിക്കുന്നത് നോക്കിക്കേ. കൂട്ടുകാരെ, കൂട്ടുകാരെ, നമുക്ക് ആ കുളത്തിന്റെ പൊത്തിലങ്ങാൻ കിടന്നാ പോരായിരുന്നോ പേക്കാച്ചി തവണകളെ. ആമമുത്തശ്ശി, വെറുതെ തറുതല പറയല്ലേ. കണ്ടോ, ഇവിടെ നിറയെ പ്രാണിയും കൊതുകുകളും. ഇത് തിന്നിട്ട് വേണം വരമ്പത്തെ പച്ചപ്പുല്ലിൽ കയറി പതുങ്ങി കിടക്കാൻ. അമ്മിണിക്കുട്ടിയെ, നമുക്ക് ഇവിടെ തന്നെ പതുങ്ങി നിൽക്കാം. ആമയും തവളയും നീർക്കോലിയും ഒക്കെ ഉണ്ട്. ക്ലാസ്സിൽ ഇന്നലെ അപ്പുകുട്ടൻ പറഞ്ഞത് ശരിയാ, എന്തൊക്കെ ജീവികളാ ഓരോ സ്ഥലത്തും. ഓ ശരിക്കും കാണുന്നില്ല. വൈകിയ വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കുമല്ലോ. മിണ്ടല്ല, ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളാലേ. ആരാ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്? ഞങ്ങളാ ഇതിലെ വീട്ടിലേക്ക് പോവാ. പിന്നെ നിങ്ങളെ കാണാനും. വെറുതെ കല്ലെടുത്തെറിയാൻ വന്നതാണോ? ഞങ്ങൾ ചെയ്യില്ല, സത്യമായിട്ടും ചെയ്യില്ല. ഞങ്ങളുടെ അടുത്തേക്ക് വന്നോട്ടെ. കുട്ടികളാ, അവര് പഠിച്ച കഥയിലെ ഞാനാ ഹീറോ. എന്നെ കാണാൻ വന്നതായിരിക്കും. ഓട്ടോഗ്രാഫിനാണെങ്കിലേ അതങ്ങ് എടുത്തോ, എഴുതി തരാം. ഞങ്ങളുടെ പാട്ട് കേൾക്കാനല്ലേ വന്നത്? നല്ല രസാ. എന്താ ചാടി പിടിച്ചത്? അതൊരു പാലുകുടിയനാ. നിങ്ങൾ ഈ കൃഷിയിറക്കി വീട്ടിൽ പോയി കിടന്നുറങ്ങും. എന്തോരം പ്രാണികളാ അത് തിന്നു നശിപ്പിക്കാൻ വരുന്നത്. അവയെ തിന്ന് കൃഷിക്ക് കാവൽ കിടക്കുന്നത് ഞങ്ങളാ. ഇന്നലെ ക്ലാസ്സിൽ ടീച്ചറും പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥത്തിൽ കൃഷിയുടെ കാവൽക്കാരെന്ന്. തവളച്ചേട്ടന്മാരെന്താ പോയത്? കൊതുക് പിടുത്തം. ഇല്ലെങ്കിൽ അതെല്ലാം വന്നു കടിച്ച് നിങ്ങൾക്ക് വരും പലതരം പലികൾ. ചുറ്റുമുള്ള ജീവികളെല്ലാം മനുഷ്യന്റെ ചങ്ങാതിമാരാന്ന് പറയുന്നത് എത്ര സത്യ. ആരാ വെളിച്ചവുമായി ഇങ്ങോട്ട്? മക്കളെ തെരഞ്ഞു വരികയാവും. അവരുടെ കയ്യില് വടിയും ചാക്കും ഒക്കെ ഉണ്ട്. അയ്യോ, അത് അവരാ ഞങ്ങളെ കാല് വെട്ടിയെടുക്കാൻ വരിക. ഒളിച്ചു ഒളിച്ചു, വേഗം ചാടി പോയിക്കോ. അതൊരു കാരാമയാണോ? വിറ്റാലൊരു 10 പൈസ കിട്ടില്ല. പക്ഷെ ഇവരുടെ മറ്റൊരു ടൈപ്പ് ഉണ്ട്, നക്ഷത്ര ആമകൾ. നല്ല വില കിട്ടും, കയറ്റുമതിയാ. ആമൂത്തശ്ശി, എവിടെയും പോയി ഒളിച്ചോ. അയ്യോ, ഈ പാവം ചെടികളൊന്ന് വെറുതെ വിട്. ചോര തീരെ പോരാ.
ബിരിയാണി മന്ത് ചിക്കൻ കിട്ടി മച്ചാനെ അടങ്ങി മലമ്പനി മന്ത് ചിക്കൻ കിട്ടി മച്ചാനെ ആ തള്ളെ പുള്ളെ കിടക്കട്ടേടാ ആ തന്റെ സൂചി കുത്തി കിടക്കട്ടേടാ പനിക്കണ്ടേ കിടക്കണ്ടേ മുടിയട്ടെ നാട് മണ്ടന്മാരല്ലേടാ മണ്ടന്മാരല്ലേടാ ആ അമ്മേ അമ്മേ എന്താണ് എന്തെറ്റി? ആ പെണ്ണ് താഴെത്തിയല്ലോ, വീണോ? മോള് നല്ല സ്വപ്നം കണ്ടോ? ഞാൻ കണ്ട്, ഭയങ്കര ഒരു സ്വപ്നം കണ്ട്. ഓ മുത്തശ്ശി തള്ളയുടെ ഒരു ഭൂതകഥ. അല്ല, ഒരു നാട്ടില് ഒരുപാട് ആളുകള് പലതരം കൊതുകൾ കടിച്ച് പനിച്ചു വരച്ച് മരിച്ചു കിടക്കുക. ഏയ് ഇവിടെ അതൊന്നില്ലല്ലോ. നോക്ക്, ഇവിടെ എവിടെ നോക്കിയാലും കൊതുക. ഇവിടെ രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒരുപാട് ആശുപത്രികളില്ലേ? കൊതുകിനെ നശിപ്പിക്കേണ്ടത് മരുന്നുകൊണ്ടല്ല, ചികിത്സ കൊണ്ടുമല്ല, പിന്നെ നമ്മുടെ നല്ല ശീലങ്ങൾ കൊണ്ടാ. ഇത്തിരി പനിക്കും. അച്ഛനും അമ്മയും ജീവിച്ച ആ ഗ്രാമം ഓർമ്മല്ലേ? പുഴയും വയലും ആമ്പൽക്കുളങ്ങളും നിറഞ്ഞ സുന്ദര ഗ്രാമം. ഞങ്ങൾ ആ മലമുകളറ്റം വരെ പോയി. എന്താ എന്താ ഇന്നെല്ലാം ഓർമ്മ വരാൻ? നല്ല സ്വപ്നമായിരുന്നില്ലേ? ഇന്ന് ക്ലാസ്സിൽ നമ്മുടെ പരിസ്ഥിതി ബോധത്തെ കുറിച്ചായിരുന്നു ചർച്ച. ഓഹോ, വലിയ കാര്യം തന്നെ. തർക്കിച്ച കാര്യം പണ്ടത്തെ മനുഷ്യർ പ്രകൃതിയെ സംരക്ഷിച്ചിരുന്ന കാര്യത്തെ കുറിച്ചായിരുന്നു വർത്തമാനം. എന്നിട്ട് കേൾക്കട്ടെ. ഞങ്ങളുടെ കൂട്ടുകാരനില്ലേ അപ്പൂട്ടൻ, അവനൊരു നാടൻ പാട്ട് പാടി ഞങ്ങളെ ഒക്കെ നാവടപ്പിച്ചു. മണ്ണിൽ മരം തൊടുത്താകാശം നോക്കണ് ഉള്ളിലെ വേരത് മണ്ണിനെ പുണരണ് ആമരക്കൊമ്പിൽ ചില്ല പടരണ് ചില്ലയിലല്ലേ പച്ചില പന്തൽ പന്തലിലല്ലേ കൂടും കുളിരും മുട്ടുവീണൊരായിരപ്പുനിറം പൂക്കൊഴിയുമ്പോൾ കായ്ച്ചതും കാണണേ ആ പഴം കൊത്തുന്നൊരണ്ണനും കിളിയും ഇന്ന് പുലരണ് നമ്മളും കൂട്ടരും ഇന്ന് വളരണേ നമ്മളും കൂട്ടരും മനസ്സിൽ വാക്കിൽ മണ്ണു പുലരട്ടെ മണ്ണും മരവും പുഴുവും കാണും നമ്മളും ഒന്നാടുന്നു മനസ്സിൽ വാക്കിൽ മണ്ണു പുലരട്ടെ മണ്ണും മരവും പുഴുവും കാണും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി
അച്ഛന് പിടികിട്ടിയോ? അമ്മ ചിരിക്കണ്ട. എന്നിട്ട് എല്ലാം നശിപ്പിച്ച് സ്വയം നശിക്കുന്ന നമ്മളെ കാലത്തെ പറ്റിയും പറഞ്ഞു. നഷ്ടാട്ടോ നമ്മുടെ കാര്യം. വൃക്ഷങ്ങളെ മക്കളെക്കാൾ സ്നേഹിച്ചിരുന്ന കാലത്തെ പറ്റി. കഷ്ടാണ് കഷ്ടാണ്. ഇതൊക്കെ മോള് സ്വപ്നത്തിലും കണ്ടില്ലേ? പറയണ്ട അച്ഛൻ, പറഞ്ഞ അമ്മിണിക്കുട്ടിക്ക് സങ്കടം വരും. അതിനൊരു പണിയുണ്ട്. സ്വപ്നത്തിലേക്കൊരു യാത്ര. നമ്മൾ എന്നോ മറന്നുപോയ മോളുടെ പ്രായത്തില് ഞങ്ങൾ ജീവിച്ച നാട്. ആ നാട്ടിലേക്കൊരു യാത്ര പോയാലോ? ശരിക്കും ആ നാടും കുന്നും വയലും തോണിപ്പാട്ടും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും. ഒരു മധുര സ്വപ്നം പോലെ. പച്ചക്കുടകൾ പച്ചക്കുടകൾ നീട്ടിയ പന്തലിലാരും മയങ്ങുന്നു. പൂത്തമരങ്ങളിൽ അഴകിനു അഴകായാരും ചിരിക്കുന്നു. പൂത്തമരങ്ങളിൽ അഴകിനു അഴകായാരും ചിരിക്കുന്നു. കൂട്ടം കൂടി പറന്നവർ തിരികെ പാറും നില കണ്ടോ. ആരു വിളിച്ചവർ തിരികെ വരുന്നു. കൂട്ടുവിളിച്ചിട്ടോ കുഞ്ഞി കിളികൾ ചിലച്ചിട്ടോ. നിറവും നിഴലും നീലവേലാപ്പും മഴവിൽ പൂമരവും. നിറവും നിഴലും നീലവേലാപ്പും മഴവിൽ പൂമരവും. നമ്മളുമൊന്നേ നല്ലവരൊന്നേ. നമ്മളുമൊന്നേ നല്ലവരൊന്നേ. കണ്ണിരളിച്ചരടിൽ കണ്ണിരളിച്ചരടിൽ. കണ്ടോ ദൂരെ മോള് കാണാൻ കൊച്ച കുന്നുകൾ, അതിനപ്പുറം കാടാണ്. അപ്പോ കണ്ണെത്താ ദൂരം വരെയുള്ള നെൽവയലുകളൊക്കെ എവിടെയാ? അതിവിടൊക്കെ ധാരാളം കെട്ടിടങ്ങൾ പണിയുന്നുണ്ടല്ലോ. ഇവിടെ ഒക്കെ വയലായിരുന്നു. അപ്പോ പരിസ്ഥിതി ക്ലാസ് പറഞ്ഞത് എത്ര സത്യ. തുടങ്ങി ഓൾ പിന്നെ സ്വപ്നം കാണാൻ. എന്നാ നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് കാണാം. വേണ്ട വേണ്ട, ഞാൻ നടന്നോളാം. അല്ല, ഇതാര് ഹൈദരാലിയോ? എടാ രമേശ, നീ നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ ഇവിടെ കാല് കുത്തിയിട്ടില്ല. പട്ടണത്തിലെ ജോലിയൊക്കെ എങ്ങനെ? നീ അങ്ങോട്ടൊക്കെ ഒന്ന് വാടാ. സമയം കിട്ടണ്ടേ? ജോലി തിരക്കായിരിക്കും. ഇല്ലാന്ന് പറഞ്ഞൂടാ. JCB ഡിപ്പറിനൊക്കെ നല്ല പടിയാ. നോക്ക്, നമ്മള് പശുവിനെ പുല്ലരിയാനും തെച്ചിപ്പഴം തിന്നാനും പോകുന്ന ആനയാങ്ങുന്ന്. വെട്ടി മുറിച്ചെടുത്ത പോലെ. ബാബാ പോവാ, വേഗം പോവാ. എന്താ മോളെ? അമ്മിനി, നിന്റെ ഫ്രണ്ട് എന്തെങ്കിലും ചോദിച്ചു നോക്ക്. ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഞങ്ങൾ ആരാണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കടാ. പേര് പറയോ?
ഹേ, ഇങ്ങനെയൊന്നും ഇല്ലട്ടോ. എല്ലാരും നല്ല കൂട്ടാ. ഫ്രണ്ട്സും നാടകവും പാട്ടും ഒക്കെയാ എപ്പോഴും. ഒന്നും വിചാരിക്കരുത് കേട്ടോ. വല്ലാത്തൊരു സങ്കടത്തിലാ. എന്താ മോളെ? ഇന്നലെ പാതിരാക്കി ഉറക്കത്തെ സ്വപ്നം കണ്ടി ഞെട്ടി വന്നതാ. കാര്യം കേൾക്കട്ടെ. അവളും കൂട്ടുകാരും സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ആമ്പൽപ്പൂ നിറഞ്ഞു വെക്കുന്ന ഒരു വലിയ കുളമുണ്ട്. അതൊക്കെ മണ്ണിട്ട് നിരത്തി വലിയൊരു കെട്ടിടം വരാൻ പോകാത്രേ. അപ്പം പുരോഗതി ഉണ്ട് നാട്ടില്. അതല്ല വിഷയം. ആ കുളത്തിലെ ആമയും തവളയും ഒക്കെ സ്വപ്നത്തിൽ വന്നിട്ട് അവളോടും കൂട്ടുകാരോടും പറഞ്ഞത്രേ, തടാകം മണ്ണിട്ട് മൂടുമ്പോ അവരെല്ലാം എന്നേക്കുമായി മണ്ണിനടിയിൽ പോകുമത്രേ. കുഞ്ഞുങ്ങൾ എല്ലായിടത്തും ഒരേ തരം ദുസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾ എല്ലായിടത്തും ഒരേ തരം ദുസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൊല്ലല്ലേ, 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 കൊല്ലല്ലേ. വെറുതെ ആണോ ഈ തണ്ണീർത്തടം പോലും മണ്ണിട്ട് നികത്തി ദുരന്തം വിളിച്ചു വരുത്തുക? മോളെ അമ്മിണി, അത് സ്വപ്നമല്ലേ? അല്ല, ഞാൻ ഇന്നലെ ശരിക്കും കണ്ടു. കണ്ണ് കരയേണ് പുല്ല് കരിയേണ് മാമരം വേവണല്ലോ, മാമരം വേവണല്ലോ. തണ്ണിയില്ല കിണർ വിണ്ട കുളത്തിനും ദാഹം പെരുകണല്ലോ, ദാഹം പെരുകണല്ലോ. പൊള്ളും മണലിന് പേര് പുഴയെന്ന് കണ്ണീരുരുകണല്ലോ, കണ്ണീരുരുകണല്ലോ. പ്രകൃതി, നീ എന്തെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. മനസ്സിലാവുന്നില്ലല്ലോ അമ്മിണിക്കുട്ടി, മുതിർന്നവർക്ക് ഭൂമിയുടെ അവസ്ഥ. ഇതുപോലെയല്ല ഞാൻ ജീവിക്കുന്ന പട്ടണം. പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളും കൊതുക് നിറഞ്ഞ വെള്ളക്കെട്ടുകളും മാലിന്യം കത്തിച്ചു ഫാക്ടറിയിൽ നിന്ന് ഉയരുന്ന വിഷപ്പുകയും. നോക്ക്, ഇവിടെ മാറിപ്പോയി. വല്യമ്മ എപ്പോഴും പറയും, ഒരു കാലത്ത് കാട് പിടിച്ച് ഇരുണ്ട മലയുടെ രൂപം, താഴെ കടുത്ത വേനലിലും മഴ, നിറയെ വള്ളിപ്പടർപ്പും കാട്ടുപഴങ്ങളും കുഞ്ഞരുവികളും. കുന്ന് അടിയോടെ കാർന്നെടുത്ത് വയല് മൂടുക. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ദേശാടന പക്ഷികൾ വന്നിരുന്നു എന്ന് കേൾക്കുമ്പോ അറിയാനിട്ടാണോ മനുഷ്യർക്ക് കാടും ജലാശയങ്ങളും കുന്നും ഒക്കെ ഇല്ലാതായി, പ്രാണവായു ഇല്ലാതെ നമ്മള് മലയ്ക്കപ്പുറത്തെ കാടെല്ലാം തീർന്നു. മൃഗങ്ങളുടെ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചും കന്നുകാലികളെ കൊന്നും തുടങ്ങിയിരിക്കുക. ഒന്നും മുൻകൂട്ടി കാണിക്കില്ലല്ലോ ഒറ്റ മൃഗങ്ങൾക്ക്. ഓ, ഇന്ന് പണി വീണ്ടും തുടങ്ങുക. യന്ത്രങ്ങളൊക്കെ എത്തി തുടങ്ങി. ഞാൻ വിചാരിച്ചതൊക്കെ ശരിയാ. കണ്ടോ, ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. പോയി നോക്കാം. ഈ മക്കൾ എങ്ങോട്ടാ? മക്കളെ, ഇവരെന്താ വിചാരിച്ചത്? മക്കളെ, നിക്കവിടെ. മക്കൾ എന്തിനാ ഓടുന്നത്? ഇവിടെ ഇരിക്കും, മുത്തശ്ശി പറയട്ടെ. എന്താ കാണാൻ വയ്യ? മുത്തശ്ശി കേൾക്കുന്നുണ്ട് മക്കളെ. ഭൂമിയുടെ ആണി കല്ലിളകുന്ന ശബ്ദം. സങ്കടാവുക. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പറഞ്ഞു നോക്ക്, ഉറക്കെ പറഞ്ഞു നോക്ക്. ഈ കുഞ്ഞി കൈകൾ ഉയർത്തി ഭൂമിക്ക് വേണ്ടി പാടി നോക്ക്. മനുഷ്യർക്ക് മനസ്സിലാവട്ടെ. പറയാം.
വികസനം വേണ്ട മക്കളെ. വയലും കുന്നും സ്വപ്നം കണ്ട് കിടന്നാലേ വയറ് നിറയൂ. വികസിക്കുമ്പോ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. നിങ്ങൾ നിർദ്ദയം മണ്ണിട്ട് മൂടുന്ന ഈ കണ്ടൽ വനങ്ങളാ ഈ പ്രദേശത്തിന്റെ ജലസംഭരണി. ഈ കിഴക്കാൻ തൂക്കായ മല പിളർന്നു വീഴാൻ പോകുന്ന പോലെ. വേഗം ഇവിടുന്ന് പോയിക്കൊള്ളണം. കുട്ടികളാണെന്നും ഞങ്ങൾ നോക്കൂല. ഇത് നിലനിൽപ്പിന്റെ അന്തിമ യാമങ്ങളാ. നിങ്ങൾക്കൊന്നും നേടാൻ ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളെ തന്നെയാ. ഓ, മനുഷ്യന്റെ ജീവിതാദ്യം, പിന്നെ പ്രകൃതി. തെറ്റാ നിങ്ങൾ പറയുന്നത്. പ്രകൃതി മനുഷ്യനും ഒന്നാ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കുന്നും പുഴയും വയലും എല്ലാം ഒന്നാ. നിങ്ങൾ ഇനിയും മുന്നോട്ട് പോയി കുന്നിടിക്കരുത്. ഓ, പ്രകൃതിയോട് യുദ്ധം ചെയ്യരുത്. ആർത്തനാദങ്ങൾ വിലാപം നിലച്ചു, ആർത്തിയരച്ചു പാഞ്ഞതിമോഹചക്രം. എത്ര സഹിക്കും ഈ ഭൂമിക്കസഹ്യം. സഹ്യമന നിരകൾ ഇളകിക്കിതച്ചു. ആർത്തനാദങ്ങൾ ആർത്തനാദങ്ങൾ. മല പിളർന്നൊഴുകുന്നു, മഴ തീവ്രമഴയിൽ മനുഷ്യർ പതിക്കുന്നു കാണാകയങ്ങളിൽ. മണ്ണോടു ചേരുന്നു ജീവിത സ്വപ്നം. മണ്ണ് ഉരുൾപൊട്ടി ഒലിച്ചു പോയ ഗ്രാമത്തില് ആരൊക്കെ എന്റെ എത്ര കൂട്ടുകാര്. മനസ്സ് മരവിച്ചവരോട് ഞങ്ങൾക്കൊന്നും പറയാൻ